17 കിലോ സ്വർണം ഒരേ ഒരാൾ മോഷ്ടിക്കുന്നു, അതും ആലുക്കാസ് ജ്വല്ലറിയിൽ നിന്നും. 2021 ഡിസംബർ 16 വെല്ലൂർ നഗരത്തിലെ തിരക്കേറിയ കാട്പാടി റോഡ്. പതിവ് പോലെ രാവിലെ ജോസ് ആലുക്കാസ് ജ്വല്ലറി തുറക്കാനെത്തിയ ജീവനക്കാർ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചു. ജ്വല്ലറിയിലെ ഷെൽഫുകളും സ്ട്രോങ് റൂമും ഉൾപ്പെടെ പൂർണ്ണമായും കാലിയായിരിക്കുന്നു. കാട്ടുതീ പോലെ ആ വാർത്ത നഗരത്തിൽ പടർന്നു. വിവരമറിഞ്ഞെത്തിയ വെല്ലൂർ പോലീസും അമ്പരന്നു. യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെയുള്ള ഒരു വൻ കവർച്ച. നഗരത്തിലെ 200ഓളം CCTV ക്യാമറകൾ പരിശോധിക്കാൻ ഉടനടി 8 പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചു. ഒടുവിൽ ഒരു CCTV ദൃശ്യത്തിൽ വലിയൊരു ബാഗുമായി സംശയാസ്പദമായി നടക്കുന്ന ഒരു യുവാവിനെ പോലീസ് കണ്ടെത്തി. പക്ഷേ മുഖം വ്യക്തമായിരുന്നില്ല. ആ വില്ലൻ്റെ പേര് ടിക്കാരാമൻ. വെല്ലൂരിലെ കുച്ചിപ്പാളയം എന്ന ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള 22 വയസ്സുകാരൻ. 10ാം ക്ലാസ്സിൽ തോറ്റതിന് ശേഷം മേസ്തിരി പണിക്ക് പോയിക്കൊണ്ടിരുന്നു. അവനെ മുൻപും ഇരുചക്രവാഹന മോഷണക്കേസിലും ലാപ്ടോപ്പ് മോഷണക്കേസിലും പോലീസ് പിടികൂടിയിരുന്നു. ആ പരാജയങ്ങളിൽ നിന്ന് ടിക്കാരാമൻ ഒരു തീരുമാനമെടുത്തു. ഇനി ചെറിയ മോഷണങ്ങൾക്കില്ല, ഒറ്റ മോഷണം കൊണ്ട് കോടീശ്വരനാകണം. പോലീസിൻ്റെ പിടിയിലാകാനും പാടില്ല. ആ സമയത്താണ് തമിഴ്നാട്ടിലെ പ്രശസ്തമായ ലളിത ജ്വല്ലറിയിലെ വൻ മോഷണം അവനെ ആകർഷിക്കുന്നത്. പത്രങ്ങളിൽ നിന്നും TV-യിൽ നിന്നും YouTube വീഡിയോകളിൽ നിന്നും അവൻ ആ കവർച്ചയെക്കുറിച്ച് വിശദമായി പഠിച്ചു. മോഷ്ടാക്കൾ എങ്ങനെയാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത് എന്ന് അവൻ മനസ്സിലാക്കി. പ്രധാന കാരണം മൊബൈൽ ഫോണുകളും കൂട്ടാളികളുമാണ്. അതിനാൽ മോഷണത്തിന് 3 മാസം മുൻപ് തന്നെ അവൻ മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തി. ആരെയും കൂടെ കൂട്ടാതെ ഒറ്റയ്ക്ക് മോഷണം നടത്താനും അവൻ തീരുമാനിച്ചു. വെല്ലൂരിലെ ജോസ് ആലുക്കാസ് അവൻ തൻ്റെ ലക്ഷ്യമായി തിരഞ്ഞെടുത്തു. 6 മാസം മുൻപ് തന്നെ പദ്ധതികൾ ആരംഭിച്ചു. ഒരു വ്യാജ കസ്റ്റമറായി അവൻ പലതവണ ജ്വല്ലറിയിൽ പോയി. അവിടെ എത്ര CCTV ക്യാമറകളുണ്ട്, അവ എവിടെയൊക്കെയാണ്, വാതിലുകൾ എവിടെയാണ്, പുറത്തു നിന്നും ഏത് ചുമർ തുറന്നാൽ അകത്ത് കടക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവൻ കൃത്യമായി മനസ്സിലാക്കി. മേസ്തിരി പണിക്കാരനായതിനാൽ കോൺക്രീറ്റ് ചുമരുകൾ എങ്ങനെ എളുപ്പത്തിൽ തകർക്കാമെന്ന് അവൻ അറിയാമായിരുന്നു. ബാക്കി കാര്യങ്ങൾക്ക് YouTube ആയിരുന്നു അവൻ്റെ പ്രധാന ഗുരു. ഗ്യാസ് കട്ടർ എങ്ങനെ ഉപയോഗിക്കാം, ക്യാമറകൾ എങ്ങനെ പ്രവർത്തനരഹിതമാക്കാം, ശബ്ദമുണ്ടാക്കാതെ ചുമർ എങ്ങനെ തുരക്കാം എന്നീ കാര്യങ്ങളെല്ലാം അവൻ വീഡിയോകൾ കണ്ട് പഠിച്ചു. വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ച് ചുമർ തുരക്കുന്നതാണ് സുരക്ഷിതമെന്ന് അവൻ തീരുമാനിച്ചു. മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള തനിക്ക് അകത്ത് കടക്കാൻ വെറും 1 അടി വിസ്തീർണമുള്ള ദ്വാരം മതിയെന്ന് അവൻ കണക്കുകൂട്ടി. മോഷണത്തിന് 10 ദിവസം മുൻപ് തന്നെ അവൻ തൻ്റെ ജോലി ആരംഭിച്ചു. ജ്വല്ലറിയുടെ പിന്നാമ്പുറത്ത് മാലിന്യങ്ങൾ ഇടുന്ന ഭാഗത്തെ ചുമരിൽ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവൻ ദിവസങ്ങളോളം കുറേശ്ശെയായി തുരന്നുകൊണ്ടിരുന്നു. ഇത്രയും വലിയൊരു കടയുടെ ചുമർ 10 ദിവസം തുരന്നിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും അതറിഞ്ഞില്ല. ഒടുവിൽ ആ ദിവസം വന്നെത്തി. 2021 ഡിസംബർ 15 അർദ്ധരാത്രി. ജ്വല്ലറി അടച്ച് ജീവനക്കാരെല്ലാവരും പോയതിനു ശേഷം രാത്രി ഏകദേശം 11 മണിക്ക് ടിക്കാരാമൻ താൻ ഉണ്ടാക്കിയ ആ 1 അടി ദൂരത്തിലൂടെ അകത്ത് കടന്നു. ഒരു സിംഹത്തിൻ്റെ മുഖംമുടിയും തലമുടി മറയ്ക്കാൻ വിക്കും ധരിച്ച് ജാക്കറ്റും കയ്യുറകളും സോക്സും ഇട്ടാണ് അവൻ എത്തിയത്. പൂർണ്ണമായും ആളെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപം. അകത്ത് കടന്ന അവൻ ഒരു പൂച്ചയെപ്പോലെ കുറച്ചു നേരം ചുറ്റുപാട് നിരീക്ഷിച്ചു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ജ്വല്ലറിയിലെ 12ഓളം CCTV ക്യാമറകളുടെ കാഴ്ചകൾ അവൻ മറച്ചു. ക്യാമറകൾ പ്രവർത്തനരഹിതമായ ശേഷം രാത്രി 1 മണിയോടെ അവൻ തൻ്റെ പ്രധാന ജോലി തുടങ്ങി. അത് പുലർച്ചെ 4 മണി വരെ നീണ്ടുനിന്നു. സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ഉൾപ്പെടെ ഏകദേശം 15.9 കിലോ വജ്രം ഉൾപ്പെടെ 16 കിലോയോളം അവൻ തൻ്റെ ബാഗിലാക്കി. 4 മണിക്ക് ശേഷം വന്ന വഴിയിലൂടെ തന്നെ അവൻ പുറത്തു കടന്നു. പുറത്തെത്തിയ അവൻ മുഖംമൂടിയും ജാക്കറ്റും ഉപേക്ഷിച്ചു. 16 കിലോയോളം വരുന്ന ആ വലിയ ബാഗ് അവിടെയുള്ള ഒരു പെയിൻറ് കടയ്ക്ക് മുന്നിൽ തികച്ചും സാധാരണമായി വെച്ച ശേഷം അടുത്തുള്ള തട്ടുകടയിൽ പോയി സമാധാനമായി ഒരു ചായ കുടിച്ചു. പിന്നീട് ആ ബാഗുമായി അവൻ വെല്ലൂർ പഴയ ബസ് സ്റ്റാൻഡിലെത്തി. യാതൊരു പരിഭ്രാന്തിയോ പേടിയോ അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. സ്വന്തം ഗ്രാമമായ കുച്ചിപ്പാളയത്തേക്ക് പോകാതെ സമീപത്തുള്ള ഒടുക്കത്തൂർ എന്ന ഗ്രാമത്തിലേക്കുള്ള ബസ്സിലാണ് അവൻ കയറിയത്.
രാവിലെ 5:30-നും 6-നും ഇടയിൽ അവൻ അവിടെ എത്തി. ഒടുക്കത്തൂരിലെത്തിയ അവൻ ഗ്രാമവാസികളോട് അവിടുത്തെ ചുടുകാട് എവിടെയാണെന്ന് അന്വേഷിച്ചു. താനൊരു കടുത്ത ശിവഭക്തനാണെന്നും ഭസ്മം പൂശാൻ ചുടുകാട്ടിലെ ഭസ്മവും തലയോട്ടിയും ആവശ്യമുണ്ടെന്നും അവൻ അവരെ വിശ്വസിപ്പിച്ചു. അവിടെ അലഞ്ഞു നടന്ന അവൻ ഡിസംബർ 17-ന് ആ ഗ്രാമത്തിലെ ഒരു വീട് വാടകയ്ക്കെടുത്തു താമസം തുടങ്ങി. രാത്രിയും അതിരാവിലെയുമായി അവൻ സ്ഥിരമായി ചുടുകാട്ടിലേക്ക് പോകുന്നത് ഗ്രാമവാസികളെ സംശയമുണ്ടാക്കി. അവർ അടുത്തുള്ള വേപ്പക്കുപ്പം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി ടിക്കാരാമനെ പിടികൂടി ചോദ്യം ചെയ്തു. എന്നാൽ ഒരു മാനസിക രോഗിയെപ്പോലെയാണ് അവൻ പോലീസിനോട് പെരുമാറിയത്. ജോസ് ആലുക്കാസ് കവർച്ചയുമായി അവന് ബന്ധമുണ്ടെന്ന് പോലീസിന് 1% പോലും സംശയം തോന്നിയില്ല. എന്നാൽ ആ സമയത്ത് അവൻ്റെ കഴുത്തിൽ ഒരു രുദ്രാക്ഷമാലയും കയ്യിലൊരു കാപ്പും ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അടുത്തുള്ള ഒരു അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് അവൻ പറഞ്ഞു. സംശയിക്കാൻ ഒന്നുമില്ലാത്തതിനാൽ പോലീസ് അവനെ വിട്ടയച്ചു. പക്ഷേ അതിനു മുൻപായി പോലീസ് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ജ്വല്ലറി മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്ന വെല്ലൂർ SP ഓഫീസിലേക്ക് വേപ്പക്കുപ്പം പോലീസ് ഈ ഫോട്ടോ അയച്ചു കൊടുത്തു. അവിടെയായിരുന്നു ഈ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ആ ഫോട്ടോ കണ്ട ജോസ് ആലുക്കാസിലെ ജീവനക്കാർ ഞെട്ടി. ടിക്കാരാമൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ രുദ്രാക്ഷമാല വളരെ നാളുകളായി കടയിൽ വിറ്റുപോകാതെ കിടന്നിരുന്ന ഒന്നായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ അത് തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ പോലീസ് ടിക്കാരാമനെ അറസ്റ്റ് ചെയ്തു. 7-8 DSPമാർ മാറി മാറി ചോദ്യം ചെയ്തിട്ടും അവൻ അവരെ അതിവിദഗ്ധമായി കബളിപ്പിച്ചും കൊണ്ടിരുന്നു. ഒടുവിൽ മോഷണം നടത്തിയത് താനാണെന്ന് അവൻ സമ്മതിച്ചെങ്കിലും സ്വർണം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് അവൻ കള്ളം പറഞ്ഞു. എന്നാൽ ചുടുകാട്ടിലെ അവൻ്റെ അലഞ്ഞുതിരിയലിൽ സംശയം തോന്നിയ പോലീസ് അവിടെ പരിശോധന നടത്തി. ചുടുകാട്ടിൽ 3 കുഴിച്ചിട്ട നിലയിൽ ആ ബാഗ് അവർ കണ്ടെടുത്തു. 15.9 കിലോ സ്വർണവും വജ്രാഭരണങ്ങളും സുരക്ഷിതമായി പോലീസ് തിരിച്ചു പിടിച്ചു. വെറും 22 വയസ്സുള്ള 10ാം ക്ലാസ് തോറ്റ ഈ ഗ്രാമീണ യുവാവ് യൂട്യൂബ് നോക്കി പഠിച്ച് നടത്തിയ ഈ വൻ കവർച്ച തെളിയിക്കാൻ 200-ലധികം പോലീസുകാർക്ക് രാവും പകലും 5 ദിവസത്തോളം കഠിനമായി പ്രയത്നിക്കേണ്ടി വന്നു. എത്ര കൃത്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്താലും നിയമത്തിന് മുന്നിൽ ഒരു കുറ്റവാളിക്കും അധികകാലം രക്ഷപ്പെടാനാകില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം ചരിത്രത്തിൽ ഇടം നേടി.